أبدا على حبيبك خير الخلق كلهم എന്ന് പറഞ്ഞില്ലേ. ഈ ബൈത്ത് ഉണ്ടാക്കിയ ആളടുത്ത് പോയി സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇമാം ബുസൂരി ഇമാമിന്റെ മഖാം അല്ലേ നമ്മളൊക്കെ കണ്ടില്ലേ? മഹാനവറുടെ ബൈത്തിന്റെ ആ ഖസീദത്തുൽ ബുർദ, ബുർദ ഉണ്ടാക്കിയ ആളടുത്ത് പോയി സിയാറത്ത് ചെയ്ത് വന്നാൽ പിന്നെ വെറുതെ കണ്ടുവരിയെങ്കിലും മനസ്സിലായില്ലേ? അപ്പോ ബുർദ എന്ന ബുർദയുടെ അവസാന വരികളിൽ മഹാനവർ രേഖപ്പെടുത്തിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മൂത്ത യുദ്ധം നടന്ന സ്ഥലമാണിത്. 1,00,000 റോമാ സൈന്യവും 3000 മുസ്ലിം സൈന്യവുമാണ് പോരാടിയത്. യുദ്ധം നടന്ന സ്ഥലം ഇതാണ് കേട്ടോ. മറ്റേ സ്ഥലത്താണ് അവിടെ നമ്മൾ സിയാറത്ത് ചെയ്യും. നിങ്ങളൊക്കെ എല്ലാരും ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാണ്. ഇതാണ് യുദ്ധം നടന്ന സ്ഥലം. യുദ്ധം നടന്ന ആ സ്മാരകത്തിന് വേണ്ടി നിലനിർത്തിയതാണ് ഇതിവിടെ. ഈ ബിൽഡിങ്ങും ഈ ഇതൊക്കെ കണ്ടില്ലേ, ഈ കെട്ടും ഈ സ്തൂപമൊക്കെ അതിന് വേണ്ടി നിലനിർത്തിയതാണ്. അല്ലാതെ യുദ്ധം നടന്ന അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധം നടന്നതല്ല. പ്രധാനമായും യുദ്ധത്തിന്റെ കേന്ദ്രം ഇവിടെയായിരുന്നു. അതിൽ പ്രധാനിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആ 3 പേരുടെയും ഖബറിന്റെ അടുത്തേക്ക് നമ്മൾ പോകും സിയാറത്ത് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യുദ്ധം നടന്ന സ്ഥലമാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ വെയിലല്ലേ. വെയിലായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും പരിഗണിച്ചിട്ട് മൂത്തത്ത് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നമ്മൾ പള്ളിയിൽ വെച്ച് പറയും. മനസ്സിലായല്ലോ? ഈ കാണുന്ന സ്ഥലം, ഇവിടങ്ങളൊരു കെട്ടിടമൊക്കെ കണ്ടില്ലേ, ഒരു സ്തൂപകമായി ഉണ്ടാക്കി വെച്ച്, ഇവിടെയാണ് മുഅ്തത്ത് യുദ്ധം നടന്ന സ്ഥലം. മദീനയിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരത്താണിതുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിശ്വാസികളായ രാജാക്കന്മാർക്ക്, പഴയ കാലത്ത് നമ്മുടെ കാലത്ത് റഷ്യയും അമേരിക്കയും പോലെ 2 വൻ ശക്തികളായിരുന്നു പഴയ കാലത്ത് റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും. പുണ്യനബി പല രാജാക്കന്മാരെയും തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. ഏതു കാലഘട്ടത്തിലും പ്രതിനിധിയെ ബഹുമാനിക്കുക എന്നത് മര്യാദയുടെ കൂട്ടത്തിലാണ് ലോകമേത് കാലത്തും കണ്ടത്. പ്രതിനിധിയെ അവമതിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ മാനിക്കണം എന്ന നിയമം പഴയ കാലത്തെ ഉള്ളതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി ഓരോ രാജാക്കന്മാർക്കും സ്വഹാബികൾ മുഖേനയാണ് എത്തിച്ചു കൊടുത്തത്. ഇന്നിപ്പം നമുക്ക് വലിയ സൗകര്യമുണ്ട്. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റായ ഒബാമയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിലും നമ്മുടെ സന്ദേശം അയാൾക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനം അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളൊരു മെസ്സേജ് നമ്മുടെ വാട്സപ്പിലോ നെറ്റിലോ നമ്മുടെ ഫേസ്ബുക്കിലോ ഒക്കെ എഴുതിയിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ലോകത്തേതൊരാളുടെ കൊട്ടാരം മിലിറ്ററി കൊണ്ട് മിലിറ്ററികൾ വലയം ചെയ്തതാണെങ്കിലും അയാൾക്ക് എത്തിക്കാൻ കഴിയും. പഴയ കാലത്തൊരാശയം മറ്റൊരു രാജാവിനോ ഒരു വ്യക്തിക്കോ എത്തിക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും. കുതിരപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ നടന്നു പോകണം. യാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ സ്പീഡനുസരിച്ച് സന്ദേശം എത്തിക്കാൻ കഴിയാറുള്ളൂ. അങ്ങനെ പുണ്യനബിയുടെ കത്തുമായി സ്വഹാബികൾ വന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപനുള്ള കത്തുമായി വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ തടഞ്ഞു വെക്കുകയും ആ കത്ത് റോമാ സാമ്രാജ്യത്തിന് അധിപനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഗവർണർ അത് പിച്ചു ചീന്തുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച പ്രതിനിധിയെ കൊല്ലുകയും ചെയ്തു. അതാണ് പിന്നീട് മുഅ്തത്ത് രണാങ്കണത്തിലേക്കുള്ള സാഹചര്യമുണ്ടാക്കിയത്. അപ്പോൾ പ്രതിനിധിയെ കൊന്നപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നീചമാണത്, ഏറ്റവും വൃത്തിഹീനമാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്യുക. അപ്പോൾ ഫലസ്തീനികൾ ചെയ്യുന്ന യുദ്ധം ലോകത്തെല്ലാവരും സമ്മതിച്ച യുദ്ധമാണ്.
വിശുദ്ധ യുദ്ധമാണ്. എന്തുകൊണ്ട്? സ്വന്തം നാട് മറ്റുള്ളവർ പിടിച്ചടക്കിയപ്പോൾ അവരെ പിടിച്ചടക്കുക എന്നത് നീതിയാണ്. ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, മക്കളെയും വൃദ്ധരെയും അതേപോലെ ആക്രമിക്കുകയും സ്വന്തം നാട്ടിൽ നിന്നവരെ പുറത്താക്കുകയും ചെയ്തവരെക്കാൾ വലിയ അക്രമികളാര് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പ്രതിനിധിയെ കൊല്ലുക എന്നത്. പുണ്യനബി അപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, ഈ അതിക്രമത്തിന് നമ്മൾ പകരം ചോദിക്കണം. അങ്ങനെയാണ് മൂത്തത്തിലേക്ക് സ്വഹാബികളെ പറഞ്ഞേക്കുന്നത്. പുണ്യനബി നേരിട്ട് പങ്കെടുത്തിട്ടില്ല. 2 രീതിയിലാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള യുദ്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങളും. 2 രീതിയിലാണ് യുദ്ധത്തിൽ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഈ യുദ്ധം നടന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. യുദ്ധ സംബന്ധമായുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും കുഞ്ഞുമക്കളെ നമ്മൾ പരിഗണിച്ചിട്ടേ ഓരെ വെല്ലുവിളിക്കാനും പ്രായമുള്ളവരെ വെല്ലുവിളിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വഹാബികളെ സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആ സ്ഥലത്ത് പള്ളിയുടെ തണലിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയും. നമ്മൾ ഈ യാത്ര എന്തിന് എന്ന് ഓലങ്ങനൊക്കെ ചെയ്ത ആൾക്കാരാണ്, അതുകൊണ്ട് ഓൽക്കൊക്കെ വലിയ മഹാന്മാരാണെന്ന് പറഞ്ഞു പോയ പോരല്ലോ. നമുക്കിതിൽ നിന്ന് ചില പാഠങ്ങളുണ്ട്. ചരിത്രങ്ങളാണ്, കഴിഞ്ഞുപോയ ചരിത്രങ്ങളാണ് നല്ല നാളെകളെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പോലും ഒട്ടേറെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നത്. ഈ 10 ദിവസത്തെ യാത്രയും നമ്മൾ ആ ചരിത്രങ്ങൾ പഠിക്കാനുള്ള യാത്രകളാണ്. യാത്രയിൽ നമ്മൾ ചെറിയ ടെൻഷനൊക്കെ വരുമ്പോൾ ജോലിയാക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ കഴമ്പ് നിങ്ങൾ മറന്നു പോകരുത് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് യുദ്ധം നടന്ന സ്ഥലം കണ്ടല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ബസ്സിൽ കയറും, സിയാറത്തിൻ്റെ സ്ഥലത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. പിന്നെ ഒന്ന് സ്പീഡാക്കിയാലേ ഇത് കഴിഞ്ഞ് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. കോഡ് ഇവിടുത്തെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. മുഅദ യുദ്ധത്തിൽ രക്തസാക്ഷികളായ മുസ്ലിം സൈന്യ നായകന്മാരായ ജഹ്ഫർ ബിനു അബു സാലിഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിനു റവാഹ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ മഖ്ബറകളാണിത്. മുഅദ യുദ്ധത്തിനായി ഇസ്ലാമിക സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുമ്പോൾ ജഹ്ഫർ ബിനു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു. തുടർന്ന് അദ്ദേഹം ഷഹീദാകുമ്പോൾ ഇസ്ലാമിൻ്റെ കൊടി സയ്യിദ് ബിനു ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റെടുക്കാനും അദ്ദേഹം ഷഹീദാകുമ്പോൾ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റെടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ വലതു തോളിന് വെട്ടേറ്റ ജഹദ ബിനു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ കൊടി ഇടത് കൈയിലേക്ക് മാറ്റുകയും ഇടത് കൈക്ക് വെട്ടേറ്റപ്പോൾ തൻ്റെ മുന്നേറ്റത്തിന് തടസ്സമായി തൂങ്ങിയാടുന്ന കൈ കാലുകൊണ്ട് ചവിട്ടി ചീന്തിയെറിഞ്ഞ് യുദ്ധത്തിൽ മുന്നേറുകയുമുണ്ടായി. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുകയും വീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ഈ 3 മഹാരഥന്മാരുടെ മക്ബറകളും ഞങ്ങൾ സന്ദർശിച്ചു.
ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് സയ്യിദ് ബിൻ ഹാരിസ് ബിൻ റളിയല്ലാഹു അൻഹയുടെ മക്കാമുള്ളത്. അവിടത്തേക്ക് നമ്മൾ പടികൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്തത്ത് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തെ നയിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച ആദ്യത്തെ അമീറായ സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ മക്കാമാണ് കാണുന്നത്. അലി റളിയല്ലാഹു അൻഹു ശേഷം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സയ്യിദ് ബിൻ ഹാരിസ് ബിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമയായിരുന്നു ഇദ്ദേഹം. മുഅ്തത്ത് യുദ്ധത്തിൽ രക്തസാക്ഷികളായ ഈ 3 മഹാന്മാരുടെയും മക്ബറ സ്ഥിതി ചെയ്യുന്ന ജോർദാനിലെ കറാഖ് എന്ന ഈ ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഈ 3 പേരെയും സിയാർത്ത് ചെയ്തു. അള്ളാഹു നമ്മുടെ സിയാർത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല ഈമാനോടുകൂടി ഞങ്ങൾക്കെല്ലാം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പെൺമക്കൾക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചരിത്രമായ ഒരു സ്ഥലം കൂടി കാണാനുള്ള യാത്രയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്.